ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് അടുത്ത എക്സാം എന്ന് പറയുന്നത് ഉദ്ഗ്രഥനം 3-ാം ദിവസം ഇൻ്റഗ്രേഷൻ ഡേ 3 ആണ്. അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. അപ്പോൾ വർക്ക്ഷീറ്റ് 11 കാക്കയുടെ കൗശലം. ചിത്രം നോക്കി കഥ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മളുടേതായിട്ടുള്ള വാചകത്തിൽ അവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ മാവിൽ നിറയെ മാങ്ങകൾ. കറുമ്പിക്കാക്ക അവിടെയാണ് താമസം. താഴെ ഒരു കുളത്തിൽ കുറേ തവളകൾ. അവയെല്ലാം കറുമ്പിയുടെ കൂട്ടുകാരാണ്. അതാണ് അവിടുത്തെ ആദ്യത്തെ ചിത്രത്തിൽ കൊടുത്തത്. ഇതുപോലെ രണ്ടാമത്തെ ചിത്രം നോക്കിയിട്ട് അതിന് നേരെ എഴുതുക. അതുപോലെ മൂന്നാമത്തെ ചിത്രം നോക്കി അതിന് നേരെ എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു ദിവസം കണ്ണൻ പാമ്പ് അവിടെ എത്തി കറുമ്പിയുടെ മുട്ടകൾ തിന്നുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അവിടെ ഒരു പാമ്പ് വരുന്നത് ആ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ചിത്രം കണ്ണനെ കണ്ടതും തവളക്കുട്ടന്മാർ പേടിച്ചും അങ്ങുമിങ്ങും ഓടിപ്പോയി. അപ്പോൾ ഓടിപ്പോകുന്ന ദൃശ്യമാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ കഥ പൂർത്തീകരിക്കേണ്ടത്. ഇനി വർക്ക്ഷീറ്റ് 12 റോഡ് നിയമങ്ങൾ. ശരിയായവർക്ക് ശരി എന്ന അടയാളവും തെറ്റായവർക്ക് തെറ്റ് ഇൻറ്റു എന്ന അടയാളവും നൽകും. അപ്പോൾ താഴെ 4 സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സന്ദർഭങ്ങൾ ഒന്ന് നോക്കാം. ആദ്യത്തെ സന്ദർഭം എന്ന് പറയുന്നത് വരിയായി നിന്ന് ബസ്സിൽ കയറുന്നു. അതെന്താണ്? അത് ശരിയാണ്. അപ്പോൾ നമുക്ക് അവിടെ ശരി എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഓടുന്ന വാഹനത്തിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യുന്നു. അതെന്താണ്? അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ തെറ്റ് എന്ന് അടയാളപ്പെടുത്താം. ഇനി മൂന്നാമത്തേത് ഹെൽമെറ്റ് ധരിച്ച് ബൈക്ക് ഓടിക്കുന്നു. അതെന്താണ്? അത് ശരിയായിട്ടുള്ളതാണ്. നാലാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് റോഡിൽ കളിക്കുന്നു. അത് തെറ്റാണ്. അപ്പോൾ അവിടെ തെറ്റ് എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. ഇനി അതിലുള്ള അടുത്തൊരു ചോദ്യമാണ് ഒരു റോഡ് നിയമം സ്വന്തമായി എഴുതും. അപ്പോൾ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു റോഡ് നിയമം അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഓടുന്ന വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് കയ്യും തലയും പുറത്തിടരുത്. അത് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ റോഡ് മുറിഞ്ഞു കടക്കുമ്പോൾ നമ്മൾ സീബ്ര ലൈനിലൂടെ കടക്കണം. അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഒരു റോഡ് നിയമം ഇവിടെ എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് വർക്ക്ഷീറ്റ് 13 ജങ്കുവിൻ്റെ മിടുക്ക്. വായിച്ചു നോക്കി താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും. അപ്പോൾ ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നോക്കാം. പശുത്തൊഴുത്തിൻ്റെ മുകളിൽ തെങ്ങ് വീണു. ആളുകൾ ഓടിക്കൂടി. കയർ കെട്ടി തെങ്ങ് വലിച്ചു. തെങ്ങ് അനങ്ങിയില്ല. ജങ്കു ഓടി വന്നു. തെങ്ങ് വലിച്ചു മാറ്റി. എല്ലാവർക്കും ജങ്കുവിനെ ഇഷ്ടമായി. ആളുകൾ ജങ്കുവിന് വയറു നിറയെ ഇളനീർ നൽകി. സമ്മാനമായി ഒരു മണിമാലയും നൽകി. അപ്പോൾ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എവിടെയാണ് തെങ്ങ് വീണത്? എവിടെയാണ്? ഉത്തരം പശുത്തൊഴുത്തിൻ്റെ മുകളിൽ. 2, ആളുകൾ കയർ കെട്ടി തെങ്ങ് വലിച്ചു മാറ്റി. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ആളുകൾക്ക് അത് മാറ്റാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി മൂന്നാമത്തേത്, ഈ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏത്? അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന് അനുയോജ്യമായിട്ടുള്ള വാക്ക് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാണുന്നത്? പശുത്തൊഴുത്തിൻ്റെ മുകളിൽ നിന്ന് ജങ്കു തെങ്ങ് ഉയർത്തുന്നു. നാലാമത്തേത്, നാട്ടുകാർ ജങ്കുവിന് എന്തൊക്കെയാണ് നൽകിയത്? ഇളനീരും മണിമാലയും. ഇനി അടുത്തത് വർക്ക്ഷീറ്റ് 14 സമ്മാനപ്പൊതികൾ. സമ്മാനപ്പൊതിയിലെ പഴങ്ങൾ എണ്ണി നോക്കി കളത്തിൽ എഴുതും. അപ്പോൾ ഓരോ പഴങ്ങളും എണ്ണി നോക്കിയതിന് ശേഷം കൂട്ടുകാർ ആ കളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാമ്പഴം എത്ര എണ്ണമാണുള്ളത്? അത് നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 മാങ്ങകളാണുള്ളത്. അപ്പോൾ നമുക്കവിടെ 20 മാമ്പഴം എന്നെഴുതാം. അതുപോലെ നിങ്ങൾ ഓരോന്നും എണ്ണി നോക്കിയാൽ ഓരോ എണ്ണങ്ങൾ കിട്ടും. അപ്പോൾ ആപ്പിൾ എത്ര എണ്ണമാണുള്ളത്? 42 എണ്ണമാണ്. അത് കൂട്ടുകാർ വേണമെങ്കിൽ എണ്ണി നോക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് 24 എണ്ണമാണ്. അതുപോലെ തന്നെ വാഴപ്പഴം 36 എണ്ണമാണ്. അപ്പോൾ ഇങ്ങനെയാണ് എണ്ണി നോക്കിയിട്ട് അതിന് നേരെ എഴുതേണ്ടത്. ഇനി അതിലെ അടുത്ത ചോദ്യമാണ് പഴങ്ങളുടെ എണ്ണം വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക.
ക്രമപ്പെടുത്തുക. അപ്പോൾ നമുക്കിവിടെ 20, അതുപോലെ 42, 24, 36 എന്ന് കിട്ടി. അപ്പോൾ ഇത് എങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക്, എണ്ണങ്ങളുടെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നിവ ആയിട്ട് ക്രമപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണാവുക? 42, 36, 24, 20. അപ്പോൾ ഇങ്ങനെയാണ് വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഉദ്ഗ്രഥനം 3-ാം ദിവസത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.